രണ്ട് മഴ കിട്ടിയപ്പോഴേക്കില്ലേ നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു ജീവൻ വന്നു കേട്ടോ അല്ലേ? രണ്ട് മഴ കിട്ടിയപ്പോഴേക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു ജീവൻ വന്നൂന്ന് കണ്ടോ? ആ അതല്ല അരിമുളകും തൈ ഉണ്ടോ വാടി പോയതാണ് കണ്ടോ? അത് എല്ലാം ഇതായി. സുകന്യെ ഒരു ചക്ക ഇട്ടിട്ട് കൂട്ടാൻ വെച്ചാലോ? ചൂടോ? ചൂടാറിട്ട് തിന്നാ മതി. ചൂടല്ലേന്ന് അതെന്തും കൊണ്ടാന്നറിയോ? നാളൊക്കെ നല്ല ചൂടാറില്ലേ? ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയില്ലേ? നാളെ ഉണ്ടാക്കാല്ലേ? കണ്ടോ? ഇനി നമ്മുടെ വീട്ടിക്ക് വരുമ്പല്ലേ ഈ ബോർഡ് കണ്ട് കഴിഞ്ഞ വെച്ചാൽ അതിൻ്റെ ഇപ്പുറത്താണ് കേട്ടോ നമ്മുടെ വീട് വരുന്നത്. മഴയൊക്കെ പോയപ്പോഴേ കണ്ടോ നമ്മുടെ കുമ്പളത്തിൻ്റെ വള്ളി കണ്ടോ? ഇത് എന്തായാലും ഇതിൽ കുമ്പളങ്ങ ഉണ്ടാവും കേട്ടോ. കാരണം പടുമുളം മുളച്ചയിലൊക്കെ കുമ്പളങ്ങ ഉണ്ടാവാറുണ്ട്. നമ്മൾ വിത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു, പിന്നെ അത് ആയി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു തടം പോലെ ആക്കി കൊടുക്കുക മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ അത് അതിൻ്റെ സ്വയം കരുത്താർജിച്ച് വരിക പറയുന്ന പോലെ സ്വയം വന്നതാണ്. കുമ്പളങ്ങ പൊട്ടിക്കാൻ പോവുക എല്ലാ പ്രാവശ്യം അങ്ങനെ ഉണ്ടാവും. ഏത് പച്ചമാങ്ങ. അപ്പോഴേ നമ്മൾ എല്ലാ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ അച്ഛൻ എപ്പോഴും മത്തനും കുമ്പളങ്ങ ഉണ്ടായിട്ടില്ലേ? മത്തനും കുമ്പളങ്ങ ഉണ്ട് പറഞ്ഞാൽ അതന്നെയായിരിക്കും കൂട്ടാൻ. മത്തൻ കുമ്പളങ്ങ അത് കഴിയണ്ടേ? വളമില്ലാത്ത കിട്ടുന്നതാണ് പറയുക. നെയ്ക്കുമ്പളങ്ങ അല്ലേ? നെയ്ക്കുമ്പളങ്ങ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. എന്ത് രസമാണെന്നറിയോ? നല്ല ദശയൊക്കെയുള്ള കുമ്പളങ്ങ. ഇതേ ഇന്നലെ വിറക് കൊണ്ടുവന്നിട്ട് അവിടെ കൂട്ടിയിട്ടതാ കേട്ടോ. അപ്പോഴേക്കും മഴ പെയ്തു. അപ്പോൾ ടാർപ്പായ ഇട്ടതാണേ. അപ്പോൾ ഉരുളക്കിഴങ്ങോട് പായസം വെച്ചിരുന്നു. എന്താ നല്ല രസമാണ് കേട്ടോ. ഇക്കുന്നില്ലേ സുകന്യെ പച്ച തേങ്ങ കാണുമ്പോഴല്ലേ എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട്. എന്താ ഉണ്ടാക്കുക? പായസം ഉണ്ടാക്കുക. അപ്പം നമുക്കേ പച്ചരിയും കൊണ്ട് പായസം ഉണ്ടാക്കിയാലോ? നമ്മൾ ഈ അമ്പലത്തിലൊക്കെ കിട്ടില്ലേ ആ ഒരു ടേസ്റ്റിൽ? അതാണോ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണോ വേണ്ടത്? പച്ചരിയും കൊണ്ട് ഉണ്ടാക്കാം അല്ലേ? എന്ത് ഫ്രിഡ്ജിന്റെ ഉള്ളിലേ ഇന്നലെ 2 തേങ്ങ പൊളിച്ചിട്ട് ആ തേങ്ങ മൊത്തം ഇട്ടിരിക്കണു. ഇത് കേട് വരുത്തണ്ട. അപ്പോ വായോ നമുക്കല്ലേ ഒരു പായസം ഉണ്ടാക്കാം. ചുക്ക് വെള്ളം, ചോറ് വെച്ചു കേട്ടോ. ചോറ് അവിടെയും വെക്കും. ഇവിടെ നമ്മളില്ലേ നാഴി ഇവിടെ വെക്കും കേട്ടോ. പിന്നെ ഒരു ചെമ്പ് ചുക്കുവെള്ളം തിളപ്പിച്ച് വെക്കും. ചുക്കുവെള്ളം ഏട്ടൻ മാത്രമേ കുടിക്കുള്ളൂ, വേറെ ആരും കുടിക്കില്ല. അപ്പോൾ നമ്മളില്ലേ നാഴി പാല കപ്പിൽ കണ്ടോ? കണ്ടില്ല? ഞാൻ തിളപ്പിക്കണോ? കണ്ടോ? ഓ എനിക്ക് വയ്യ. ചാത്തപ്പം വരുന്ന നോക്കിയൊക്കെ. ഇപ്പോൾ ചുക്കുവെള്ളല്ലേ? അയ്യോ ഈ പാത്രങ്ങളാവുമ്പല്ലേ ഒരു സമാധാനമാണ് കേട്ടോ. കരികളില്ലേ അടിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, മോൾ ഭാഗത്തുണ്ടാവില്ല. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഒരു ചില സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നും അല്ലേ? അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ട്. ഇല്ലേ പുളിയാവട്ടെ, അല്ലാണ്ട് എന്താണ് തൈര്. ഇതിന് മിക്സിയിലൊന്ന് അടിക്കണേ. മിക്സിയിൽ അടിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കാൻ. പായസം വെക്കാനാണ്. അതിനെ തൈരും കൊണ്ടൊരു പായസം ഉണ്ടാവും. കുഞ്ഞത് വെറൈറ്റിയാണ് കുഞ്ഞാ. നീ കുടിച്ചിട്ടില്ല. അതിൽ എന്തൊരു രസാച്ചിട്ടത്. നിങ്ങൾ ഈ വിരുന്ന് പോയപ്പോൾ ഞങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കിച്ചിട്ട് അവിടെ തൈരും കൊണ്ട് പായസം ഉണ്ടാക്കി. ഇല്ല ഏട്ടാ കുഞ്ഞാ, വെറുതെ പറയണ്ട ഏട്ടാ. കുട്ടിക്ക് നീ കായപ്പയ്ക്കയും കൊണ്ട് അടയുണ്ടാക്കി എന്തൊക്കെ ഉണ്ടാക്കിച്ചിട്ടാ വെറൈറ്റി ആയിട്ട്. ഇല്ല ഏട്ടാ കുഞ്ഞാ, നീ വരാണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി തിന്നോടാ. ഉപ്മാവ് ഉണ്ടാക്കാൻ പച്ചരി ഇല്ലേ? എത്ര നേരം പറഞ്ഞോ നീ കേട്ടില്ലല്ലോ. നല്ലതും കേട്ടോ. ഈ ചൊറിയേ ചുരുട്ട് ഇതെന്തില്ല ചെന്നിട്ട് തലയൊക്കെ ഇട്ടാൽ എന്നാ നൂലുള്ളത് അങ്ങനെ കെട്ടിപ്പോരും. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കണം. ഈ ഫ്രിഡ്ജിന്റെ ഉള്ളിലേ അതാണ്ടോ പച്ചത്തേങ്ങ. ഫ്രിഡ്ജിന്റെ ഉള്ളില് കെട്ടിക്കഴിഞ്ഞാൽ എത്ര പണിയുണ്ട്. ഒരു തേങ്ങ മുറി കൂടി കുഞ്ഞോ തേങ്ങ മുറി കൊടുത്തോ ഒന്ന് കാണിക്ക്.
അല്ലാത്ത കലാപ്രകടനമാണ് അച്ഛൻ്റെ. കുഞ്ഞോ വല്യമ്മയ്ക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പാത്രം വെള്ളം എടുത്തിട്ടാവും നീ കെട്ടിക്കഴിഞ്ഞാൽ ചന്ദ്രനുണ്ടോ? പിന്നെ ഇത് എന്തിനാണ് വെറുതെ അതങ്ങോട്ട് നാശാക്കുക. ഈ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഴിച്ചു നോക്കി വെക്കുക, ആ പഴയ നീളത്തിക്കാക്കി ഒന്ന് അത് ഒന്ന് അഴിച്ച് പഴയ രൂപത്തിക്ക് നൂലുണ്ടെന്നാക്കി തരാൻ പറ്റും എനിക്ക്. ഞാൻ റിബണൊക്കെ തലയിൽ കെട്ടാറൊക്കെ ഞാൻ വാങ്ങി തരാം, അത് മാത്രം ചെയ്താൽ മതി. പറ്റില്ല, നോക്കച്ചു ഒക്കെ ശ്രമിച്ചു നോക്കി നല്ല നടത്തി. കത്തിയാണോ? പറ്റില്ല. ഉള്ളിയൊക്കെ തൊല്ലി കളഞ്ഞിട്ട് ഇതിലിട്ടാ മതി കേട്ടോ. വെളുത്തുള്ളിയൊക്കെ എന്നാൽ അത് എന്താ ഇതിന്റെ ചൂട്ടിൽ കൊണ്ടിടാലോ. കുഞ്ഞാ വലിയമ്മയ്ക്ക് ഒരു സഹായം ചെയ്ത് തരുമോ? ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്തുതരാം. ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി വെള്ളം ഒരു തേങ്ങാമുറിയും കൂടി എടുത്തിട്ട് വാട പൊന്നി കേട്ടോ. അതല്ല ഇത് ഇനി ഒരു തേങ്ങാമുറിയും കൂടി എടുത്തിട്ട് വാട പൊന്നി. എല്ലാം എടുത്തിട്ടോ കുഞ്ഞാ, എന്താ നീ ഇങ്ങനെ 1, 2 എന്ന് പറഞ്ഞിട്ട് ഓടാൻ നിൽക്കണ്? എന്നിട്ട് ഷർട്ട് ഇട്ടിട്ട് വായ പോയിട്ട്. അപ്പം ഇത് കറിയാണോ ഉണ്ടാക്കണേ? പച്ചരി അരിയും കൊണ്ട് എന്ത് കറിയാണ് ഉണ്ടാക്കണേ? ഇത് തൊലി കളഞ്ഞു കൊടുക്കാനാണ്. ഇത് വെച്ചിട്ടാണ് പായസം വെക്കുന്നത്. അതാ ഞാൻ ചോദിച്ചേ, പച്ചരി ഇട്ടിട്ട്. പച്ചരി കൊണ്ട് പായസം വെക്കണം, ഉള്ളിയും കൊണ്ട് എന്താ? ഉള്ളിയും കൊണ്ടാവും. എന്തിന് കറിയാണ്? എന്ത് ക്യാൻസൽ ചെയ്ത്? എന്താ നീ ക്യാൻസൽ ചെയ്താൻ്റെ? തേങ്ങ ഇങ്ങനെ വെക്കാൻ പാടില്ല കേട്ടോ കുഞ്ഞാ, തേങ്ങ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കാം കേട്ടോ. അങ്ങനെ ഒരു സംഭവമുണ്ട്. എവിടെ കിച്ചുവിനെ വിളിച്ചാ? കിച്ചുവിൻ്റെ എന്താ പറയുക, ഇത് നിങ്ങൾ കേടുവരുത്തി പറഞ്ഞിട്ടാണ്. ഫുട്ബോൾ വേണം പറഞ്ഞിരുന്നാണ് കേട്ടോ. അപ്പോൾ ഫുട്ബോള് അവന് 2 എണ്ണം സുധമ്മ വാങ്ങിക്കൊടുത്താണ് കേട്ടോ. പക്ഷെ 2 എണ്ണം ഇവർ കളിച്ച് പഞ്ചറായി. അപ്പം ഇപ്പോൾ ഇവർക്കൊരു ഫുട്ബോൾ വേണമെന്ന് പറഞ്ഞിട്ട് അത് ഫുട്ബോൾ പഞ്ചറായാലും ഒട്ടിത്തരില്ല, ആരും ഒട്ടിത്തരുന്നില്ല. തൊലി കളഞ്ഞു തരാട്ടോ, കഴുകിയിട്ട് നുറുക്കിക്കോ. അമ്മുവാണ് ഉള്ളിയൊക്കെ എനിക്ക് നുറുക്കി തരിക. അപ്പോൾ എല്ലാതും ഈ ഒരു മുറത്തിലാക്കി കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് പച്ചക്കറിയുടെ ചോട്ടിൽ കൊണ്ടിടാലോ. പിന്നെ എല്ലാവരും പറഞ്ഞിരുന്നു നമ്മൾ ഈ നിലത്ത് കൂടെ ഇടുകയാണ് എന്നുള്ളത്. അപ്പോൾ പറഞ്ഞത് നമ്മൾ അംഗീകരിക്കണ്ടേ അല്ലേ? നിലത്ത് കൂടെ ഉള്ളിയൊക്കെ നുറുക്കിയിട്ടേ തോലും അത് ചെയ്യാറില്ല. അപ്പം അതിന് പറഞ്ഞിരുന്നു പറയുക. അപ്പം അതൊക്കെ നമ്മൾ മാറ്റങ്ങൾ ചെറിയതൊക്കെ നമ്മൾ കാണണൊക്കെ ഉണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്ക് അതിനൊരു മറുപടി തരാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളായി പോവുകയാണ്. അല്ലാതെ ആരെയും മുഷിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. മുഷിപ്പിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ആരോ എന്തെങ്ങനെ പറയുക, അവർക്ക് വിഷമാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല എന്ന്. അമ്മ ഇടയെ കുറേ അച്ഛന്മാരുടെ ഇടയിൽ ജീവിച്ചം കൊണ്ടില്ലേ, അമ്മയ്ക്ക് ഈ പറയുമ്പോഴൊക്കെ ഈ പഴയ ആൾക്കാർ പറയുന്ന പോലെ ബിരിയാണി ഇല്ലേട്ടാ. നമ്മുടെ അമ്മയ്ക്കൊന്ന് അച്ഛനും അമ്മയും ജീവിച്ചത് 2 അമ്മയും അച്ഛനും ഒരിടത്തല്ലല്ലോ ജീവിച്ചത്. അച്ഛനെവിടെ അച്ഛമ്മ ഉണ്ടായിരുന്നു വെച്ചാ? ഞാൻ അച്ഛമ്മേനെ കണ്ടിട്ടില്ല. എനിക്കില്ലേ ഞങ്ങളുടെ കുടുംബങ്ങളൊന്നും അല്ല കേട്ടോ, അതും വേണ്ടേ പറയാ. പക്ഷെ എൻ്റെ വീടിൻ്റെ അവിടെ 6 അച്ഛമ്മമാരുണ്ടായിരുന്നു. 6 പേര്. എൻ്റെ അമ്മ രാവിലെ പണിക്ക് പോണ സമയത്ത് ഞങ്ങൾക്ക് ചോറും ഒക്കെ ആക്കിയിട്ട് അവരുടെ അടുത്ത് കൊണ്ടേക്കിയിട്ടാണ് പോവുക. അച്ഛമ്മയൊക്കെ കഴിഞ്ഞ കൊല്ലം മരണപ്പെട്ടു കേട്ടോ. കഴിഞ്ഞ കൊല്ലമല്ല, 2 വർഷം മുമ്പ് മരണപ്പെട്ടു അച്ഛമ്മ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് ഒരു അച്ഛമ്മ മരിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് കൊണ്ടേക്കുമ്പോൾ ചോറൊക്കെ ആക്കിയിട്ട് പോവും. ഞങ്ങളെ നോക്കാൻ ആൾ വേണ്ടേ. അപ്പം അവരുടെ കൂടെ കുറേ പേരിങ്ങനെ ചോദിക്കും പ്രസിയുടെ സംസാര രീതി എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ അവരുടെ കൂടെ നമ്മൾ ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇതായിട്ട് പിന്നെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിരുന്നു നമ്മുടെ സ്വഭാവങ്ങൾ. പക്ഷെ നമുക്കത് മാറ്റി എടുക്കാം പറ്റും. എന്ത് പല്ലിന് പോട് വരുന്ന തണുത്ത വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ. അറിയാത്തവരൊക്കെ ഒന്ന് അറിഞ്ഞോളീൻ. അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയേ. അവിടുന്ന് 2 പട്ട എടുത്തിട്ട് പോയോ ഓലക്കൊടി മുളക് അമ്മൂല്ലേ എന്താ ചെയ്യാന്നറിയോ? ഐസില്ലേ, ഐസ് ചുരണ്ടിയിട്ട് ഒരു ഇതാക്കും, മല പോലെ എന്നിട്ട് സ്പൂണും കൊണ്ട് ഇങ്ങനെ കോരി തിന്നും. അയ്യോ കിച്ചു ആശിച്ചു എന്നാ ഇത് അമ്മുട്ടി
ഇത് കളയി. അവ തെറ്റിപ്പോർക്കണം, വെറുതെ വെറുതെ പറയണ്ട. അത് അതിന്റെ അടിയിൽ നോണം പയ്യന് അവനത് പന്ത് കളിക്കാൻ മുട്ടിയിട്ട് നിൽക്കാണ്. അപ്പോഴാണ് ഇത് കൊണ്ടേ കളഞ്ഞിട്ട് വാ തെങ്ങിൻ ചോട്ടില്. ഓടിവാ 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 ഓടിവാ. അമ്പോ എവിടെയാന്ന് എന്റെ കുട്ടി പൊന്നെ? അത് പൈപ്പിലേക്കണ്ട പൊട്ടും. ആര് അപ്പൊ നിന്നോട് ഞാൻ പറഞ്ഞോ ഇവിടെ കിടന്നാ മതി? ഇത് പറഞ്ഞോ ഉറക്ക പേരില്? കാലെന്തിനാ മേടിക്കണത്? അതാപ്പുറത്ത് ഏട്ടാ കുഞ്ഞനെ, അയ്യോ എന്ത് തളച്ചു പോണു. കുഞ്ഞനെ എന്താ വാഴ കാണണത്രേ. കാണിച്ചു കൊടുക്കാണ് വാഴ. വാഴ കനാലിക്ക് നോക്കിയൊക്കെ കാണാം. എത്ര വേണം? അമ്മു ചേച്ചി പറയുന്ന കേട്ടോ, കനാലിന്റെ അവിടെ പോയി കഴിഞ്ഞ് വെള്ളം തണുത്ത വെള്ളം കുടിക്കണേ. ഇവരൊക്കെ തണുത്ത വെള്ളം കുടിക്കുക ഇപ്പല്ലേ എല്ലാ. ഏട്ടാ ഒരു തേങ്ങ പൊളിച്ചോട്ടെ ഏട്ടാ, പച്ചത്തേങ്ങ. ഓ ഇവിടെ കുഞ്ഞുണ്ണിയേ രാവിലെ വത്സരടുത്ത വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് വെച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കേണ്ട സമയത്ത് വരുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെയും പോകും ഒരു 3 മണിക്ക്, പിന്നെ വരെ ഒരു 6 മണിക്കാണ്. അവനില്ലേ അവിടെ സ്വത്തുട്ടൻ്റെ കൂടെ കളിക്കന്നെ പണി. പിന്നെ നമ്മുടെ രണ്ടാമത്തെ അനിയൻ്റെ കുട്ടിയുടെ പേര് സ്വത്തുട്ടൻ എന്നാട്ടോ നമ്മൾ വിളിക്കുക. ഓമന പേര് സ്വത്തുട്ടൻ എന്നത്രല്ല മുട്ടി. തേജുന്നോ സ്വത്തുട്ടൻ എന്ന് പറഞ്ഞല്ലോ നാള് നമ്മുടെ അച്ഛമ്മേ. അവിടുത്തെ അമ്മ നാലാള് 4 രീതിയിൽ വിളിക്കുന്നുണ്ട്. അതിപ്പോ കുട്ടിക്ക് കൺഫ്യൂഷൻ ആവും, ഇതിപ്പോ ആരെ വിളിക്കുന്നില്ല. അത് ശരിയാ. ഇവിടെ കിച്ചുനെ നമ്മൾ വിളിക്കുക കിച്ചുട്ടാന്ന് വിളിക്കുക. വീട്ടില് എന്താ കുഞ്ചൂന്ന് വിളിക്കുക, കുഞ്ചൂസ്, കുഞ്ചുന്ന്. പക്ഷെ ചില ആൾക്കാരൊക്കെ കുഞ്ചൂസ് എന്ന് എൻ്റെ പേരാണെന്നാ വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ പ്രസിയുടെ പേരാണോ കുഞ്ചുവോ ചോദിക്കും. എൻ്റെ പേരല്ല കേട്ടോ, കിച്ചുട്ടൻ്റെ. എൻ്റെ ഇപ്പം ഒന്നും ഓമന പേരില്ലടി. ഇപ്പോഴൊക്കെ ഓമന പേര് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വലിയ കുട്ടികളായി കഴിഞ്ഞാൽ മക്കൾക്ക് വലുതായി കഴിഞ്ഞാൽ പിന്നെ എന്ത് നമ്മളെ ഓമനകളിലേട്ടാ. ഏട്ടനെല്ലാവരും വിളിക്കുക എല്ലാവരും വിളിക്കും. എന്നെ ഇഷ്ടമുള്ളവരൊക്കെ പ്രസി വിളിക്കും. എല്ലാവരും എന്നെ പ്രസീന്ന് വിളിക്കുക കേട്ടോ. അവിടെ അച്ചമ്മ മാത്രം വിളിച്ചു, അച്ചമ്മ വിളിക്കും പാറോന്ന്. പച്ചരി വന്നു കേട്ടോ. നമ്മളില്ലേ ശർക്കരപ്പാനി ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കണ്ടേ. മതിയോ? മതി, ഒരുപാട് മധുരം വേണ്ട. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഞാനെന്തായാലും കുടിക്കില്ലേ. നിങ്ങളുടെ ഇഷ്ടം എന്താ വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കുന്നത്. വേണം അമ്മോ പോയുള്ളൂ. വായോ അമ്മൂള്ളി എത്ര പ്രാവശ്യം പറയുന്നത്? മാങ്ങല്ലേ കുഞ്ഞനെ ശർക്കര ഇട്ടപ്പോൾ അതിൻ്റെ ഒരു മണല്ലേ, ആ മണം അടിച്ചപ്പോൾ പറയണേ എന്താ അത് വലിയ അങ്ങനെ മണം വരുന്നതെന്ന്. നല്ല ശർക്കര മണം. ഇത് കഴിച്ചിട്ടില്ല. ഇന്ന് മീൻ മുളക് ചാറ് വെക്കണം കേട്ടോ. കുറച്ച് കൂട്ടാൻ വെച്ചതുണ്ട്, പരിപ്പും കുമ്പളങ്ങി. ഞാൻ വെക്കണേ പാലും ശർക്കര ഇട്ടിട്ടോ. തേങ്ങാപ്പാലോ ഒഴിക്കണ്ട്? എങ്ങനെ പറ, എങ്ങനെയെങ്കിലും. ഇനി ശർക്കര ഇട്ടിട്ട് എങ്ങനെയാ മുട്ടി പാൽപ്പായസം ഉണ്ടാക്കുക? ഇളക്കാൻ ഇനി ആരുടെയും ആവശ്യമില്ല കേട്ടോ. ഇളക്കാൻ ആൾ വന്നു. ഇതില്ലേ അമ്പലത്തിലൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ, അതുപോലത്തെ പായസം വെക്കാന്ന് വിചാരിച്ചു. ഉണക്കമുന്തിരി വേണം. പക്ഷേ ഉണക്കമുന്തിരി ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ അടുത്ത്. ഞാനില്ലേ ഇങ്ങനെ ഉണ്ടാക്കാൻ ഉള്ളതും കൊണ്ട് കുട്ടിയോട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നില്ല. ഇടയ്ക്ക് നമുക്കും ഇങ്ങനെ എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നും. അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. എവിടെ മാങ്ങ?
എവിടെ ഏ എവിടെ ഏ എവിടെ മാങ്ങ ഇതാ മാങ്ങ ഇന്നലെ ഉച്ച ഈ സമയം ഇപ്പൊ തരട ഉണ്ണി ഉച്ച ഈ സമയൊക്കെ ഇപ്പല്ലേ ഉറക്കം വന്നിട്ട് ഞാൻ അടുപ്പിലെല്ലാം കളിക്കല്ലടാ കണ്ണ് നമുക്ക് കേട്ടോ മാറിക്ക് എന്താ കണ്ണ് മിഴീനേ ഇല്ലാട്ടോ. ഒരു 12:30 ആയപ്പല്ലേ ഉറക്കം ഇങ്ങനെ വരിക. എന്നിട്ട് ഞങ്ങളില്ലേ വേഗം ഞാൻ കൂട്ടാന് അടുപ്പത്തും വെച്ച് കുക്കറിൽ 2 വിസിലായിട്ട് അതും ഓഫാക്കിയിട്ട് അങ്ങോട്ട് കടന്നിട്ട് ഇന്നലെ 1:45 നീച്ചക്കണ്. എന്താ അങ്ങനെ ഉറക്കം മിഞ്ഞാന്നാണ് പറഞ്ഞ വെച്ചാൽ കറണ്ട് ഇല്ലാണ്ട് ഉറങ്ങാനും പറ്റിയില്ല, കണ്ണും മിഴിയണില്ല, തലതിരികെ എന്തൊക്കെയോ തോന്നുക. കേട്ടാ നോക്ക് എന്താണ്ട് പായസമായപ്പോ അടുപ്പം കണ്ണിന്ന് മാറണ്ടായാലും അവൻ ഇളക്ക് തന്നെ ഇളക്കുകാരനായി. ശർക്കര വളാഞ്ചി കണ്ടാ സുകന്യേ ഇവിടെ പായസമായി വരെ എന്നിട്ട് കറിക്കുള്ള സാധനം ആയിട്ടില്ല. എന്താ സുകന്യ ഞാന് പായസം ആദ്യം കറിയായിട്ടല്ലേ പായസാക്കുക. ആകാശി വെള്ളത്തിൽ കളിക്കുക. എടാ നിക്കട അതൊന്നും ആവട്ട ഏട്ടത് കൂടെ തേങ്ങ കൂടെ ഒഴിക്കുന്നു. കയ്യില് ചൂടുള്ള കൈ കേടൂരേ. ഇതാ തേങ്ങാട്ടോ കുറച്ചും കൂടി കടന്നു. തേങ്ങ വേണോ? തേങ്ങ ഇരുന്നോട്ടേട്ടാ ഒന്നിരുന്ന് കുറുകിക്കോളും. ഇനിയിപ്പോ ഇത് കഴിച്ചു നോക്കിയോ? രസമുണ്ടോ രസമില്ലേ? പണ്ടേ നമ്മൾ വാഴ സുകന്യേ നിന്റെ മകൻ പറയണേ പണ്ടേ നമ്മള് വാഴാന്ന് ഇതാട്ടോ. പണ്ടേ നമ്മള് വാഴാന്ന് എന്താ ഇനി എന്ത് ഇനി അമ്മുട്ടി അവിടുന്ന് നെയ്യെടുക്ക്, ഒരു തുള്ളി നെയ്യ് ഒഴിച്ച്. അത് കഴിഞ്ഞ നെയ്യാണേ. ഒരാളില്ലേ കഴിക്കാൻ പൊരിഞ്ഞിട്ട് നിക്കണ കേട്ടോ. എനിക്കൊന്ന് ഉണ്ടാക്കി തന്ന. ഇനി ഇതൊരു വാഴ നെയ്യും വേണ്ട തേങ്ങയും വേണ്ട ഒന്നും വേണ്ട. അവനിപ്പോ കഴിക്കാൻ കിട്ടിയാ മതി. ഇനി ഇന്ന് നീ എടുക്കരുത് കേട്ടോ. നമ്പർ അടിക്കല്ലേ കുഞ്ഞ. എന്തൊക്കെ ഒപ്പിക്കലാണ്. വരുന്നുള്ളൂ മത്തി. നീ നേരാകുമ്പോഴാണ് കുളിക്കുക. എടി വെറുതെ പറയല്ലടി. എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് സുകന്യ നിക്ക് എന്താ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. പ്രസി എന്താണ് മീൻ നേരേക്കാത്ത് ഒക്കെ സുകന്യല്ല മീൻ ഇറച്ചി നേരേക്കാന്ന്. ഞാനില്ലേ അത് നേരേക്കിയ കഴിക്കില്ല കേട്ടോ. എനിക്കത് കഴിക്കാനേ ഇഷ്ടമല്ല. ഇറച്ചിയാണോ വെച്ചാലും മീനാണോ വെച്ചാലല്ലേ കഴുകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബ്ലഡ് കണ്ടു കഴിഞ്ഞല്ലേ ഞാൻ കഴിക്കില്ല. ഇവിടെ നൊയ്യ് ഒഴിച്ചു. അയ്യോ അടുപ്പിനും കൊടുത്തു. അയ്യാ പൊന്നു അത് കൂടെ വെള്ളാക്കല്ലോ. വെള്ളം നോക്കി നെയ്യ് ഒഴിച്ചു കേട്ടോ. പായസം എന്താട്ടോ ഇനി ഇത് ചൂടാറുമ്പോതാണ്ടോ. എടി അങ്ങനെയൊന്നും പറയരുത്. ടച്ച് മുട്ടിയേക്കും ആണ്. ദാ ഇവിടെ നമ്മൾ ഈ പായസമില്ലേ നമ്മുടെ അമ്പലത്തിലൊക്കെ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. ഉണക്കമുന്തിരിയൊക്കെ ഇട്ടിട്ട് ചില അമ്പലത്തിലേക്ക് കിട്ടും. തുളസി ഇട്ടാൽ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തുളസി ഇല്ല. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണോ? ചില ആൾക്കാർ പറയും ചക്കരച്ചോറ് എന്നൊക്കെ പറയും. അതാണോന്നറിയില്ല. നമ്മുടെ ഇവിടെ നമ്മൾ വെല്ലപ്പായസം അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ശർക്കര പായസം പറയും. ആ ശർക്കര ചോറുണ്ട്. അമ്മ ഉണ്ടാക്കും വീട്ടിലത്തെ ജീരകമൊക്കെ ഇട്ടിട്ട്. എന്താ അതിൽ തേങ്ങ ചില അമ്പലത്തിൽ തേങ്ങ ഇട്ടില്ല. കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലത് പാക്ക് കിട്ടില്ല. അപ്പം അതിലിടാറില്ല കേട്ടോ. അപ്പം ഇത് നല്ല എനിക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ
ഏട്ടാ കുഞ്ഞിന് വേണ്ടാന്ന് പറഞ്ഞ് അച്ചു എന്നാ കുഞ്ഞ് വേണ്ടവര് കഴിച്ചോളൂ. വേണ്ടവര് കഴിച്ചോളൂ. പക്ഷെ ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് എടുത്ത് കഴിക്കരുത് കേട്ടോ. ഇതിങ്ങനെ കഴിക്കൂട്ടോ. കാക്കോശിക്ക് വേണ്ടേ? അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ വീട്ടില്? നമ്മളെന്താണെന്നറിയോ, എല്ലാവരും ഉള്ളപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. ആ എല്ലാവരും പാടുള്ളപ്പോൾ എന്തുണ്ടാക്കിയാലും ചിലവാകും. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ചിലവാവില്ല കേട്ടോ. വീട്ടിൽ കുറേ ആൾക്കാർ വേണമല്ലേ ഏട്ടാ, കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ എന്നിട്ട് ബാക്കി പറയാ വേണ്ടാത്ത അളവാ. അത് അങ്ങനെയല്ലേ കുഞ്ഞ കുടിക്കുക? ചൂടാറില്ല. ക്ലാസ്സിൽ ചൂടാറില്ല കുട്ടി. കൈ നല്ല പൊള്ളും. ക്ലാസ്സിൽ ചൂടാറില്ല. പ്ലേറ്റിൽ കുടിച്ചോ. പ്ലേറ്റ് എടുത്തിട്ടോ. വലിയ മടുത്ത അതാ 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 ആര് അതാ വെള്ളം തുടക്കട്ടെ എന്നിട്ട് അതിലിരിക്ക. നല്ല ചൂട് നല്ല വാടലയിലില്ലേ ആക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാ അല്ലേ? അമ്മൂന് ചൂടാറിയിട്ടാ വേണ്ടേ? നിനക്ക് അവിടെ തുടക്കട്ടെ. കുഞ്ഞ ഉള്ളിൽ പോയിരുന്നേ ചൂട്. അവിടെ ചൂടാറ്, ഇവിടെ നിന്ന് ചൂടാറില്ല. ഒക്കെ കുട്ടി അവിടെ പോയിട്ട് ഫാൻ ഇട്ടിരുന്നു. ഇതാ കണ്ടോ വെള്ളം ഇവിടെ നന്നായിട്ടുണ്ടോ? അച്ചുട്ടി അവിടെ പോയിരുന്നു, ഉള്ളിൽ പോയിരുന്നു. ഫാൻ ഇട്ടിരുന്നു, എന്നാ ചൂടാറ്. അത് കൂടെ ഒക്കെ പരത്തി ഉള്ളിൽ പോയിരുന്നു. കഴിഞ്ഞപ്പോ ടേബിളിന്റെ താഴെ അവന് വയറ് നിറയെ കൊടുക്കട്ടോ. കഴിക്കും, വയറ് നിറച്ച് കഴിക്കും. പായസം ഇനി അവിടെ അച്ഛന് വേറെ പാത്രം കൊടുത്താൽ മതി. അച്ഛന് വേറെ പാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവൻ കഴിക്കാൻ സമ്മതിക്കില്ല. എന്ത് സോഫയില് ഇരിക്കുകയാണ്. അച്ഛൻ വേറെ പാത്രത്തിൽ വന്നു, അവൻ അതിൽ തൊടാൻ സമ്മതിക്കില്ല. ഇതാ അടുത്തോളം ഇതൊക്കെ ചുട്ടിക്കുള്ള തന്നെയാണ്. അവന് കളിക്കാൻ വേണ്ടിട്ട് വാങ്ങും. ഇത് ചൂടോടെ തന്നെ കഴിക്കുള്ളൂ. ചൂട് ഓരോരുത്തർ. അമ്മുട്ടിയേ ഓ പപ്പടം വേണ്ടായിരുന്നു അല്ലേ? അമ്മൂട്ടിക്ക് വലിയ പാത്രമേ ഇഷ്ടമല്ല. അതേപോലെ അമ്മൂനില്ലേ വേറെ പാത്രം എടുത്തിട്ട് വാ, ചെറുതെടുത്തിട്ട് വാ. അതേപോലെ അമ്മൂനില്ലേ ഈ പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങളില്ലേ, ഫൈബർ പ്ലേറ്റുകൾ, അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. സ്റ്റീൽ പാത്രത്തിൽ തന്നെ, അത് കുഞ്ഞു പാത്രത്തിൽ മതി പറയും. അപ്പൊ ഇതാ കിച്ചുട്ട വേണോ? കിച്ചു പാടാ പായസായിട്ട് അത് കൂടെ കൂടെ നടക്കണ. എങ്ങനെയുണ്ട് ഇത്? ഫുട്ബോൾ ആണെങ്കിൽ ഒന്ന് കാറ്റടിക്കാൻ ആളില്ലാണ്ട് അത് അങ്ങനെ നടക്കണം. നന്നായിട്ടുണ്ടോ? അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പോലെ ഉണ്ടോ? അമ്പലത്തിൽ നിന്ന് കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എന്നാ അപ്പൊ ഞാൻ ഇത് കുറച്ച് 2 ദിവസമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്നുള്ളത്. അപ്പൊ നാളെ കിച്ചുവിന്റെ പന്തൊക്കെ വന്നിട്ട് നാളെ കാണിച്ചു തരാം. കിച്ചുവിന്റെ സങ്കടമൊക്കെ മാറട്ടെ.